നമ്മൾ വീട്ടമ്മമാർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ അടുക്കള തന്നെയായിരിക്കും അല്ലേ. അതിപ്പോൾ പഴയ മോഡൽ അടുക്കളയാണെങ്കിലും പുതിയ മോഡൽ അടുക്കളയാണെങ്കിലും ആ ഒരു അടുക്കള എന്ന് പറയുന്നത് വീട്ടമ്മമാരുടെ പ്രിയപ്പെട്ട ഒരു ഏരിയ തന്നെ ആയിരിക്കും. ആ അടുക്കളയിൽ നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ മാത്രമേ അധികം കാണാറുള്ളൂ അല്ലേ. കാരണം നമ്മുടെ അടുക്കളയിൽ ആരും അങ്ങനെ മറ്റുള്ളവരാരും അങ്ങനെ പെരുമാറാനായിട്ട് വരില്ല. നമ്മളെ വീട്ടമ്മമാർ മാത്രമായിരിക്കും ആ ഒരു അടുക്കളയിൽ കൂടുതൽ സമയം നിൽക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഇഷ്ടങ്ങൾ മാത്രമായിരിക്കും ആ ഒരു അടുക്കളയിൽ. അപ്പോൾ ആ അടുക്കള എന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഏറ്റവും കൂടുതൽ ആദ്യം അറിയുന്നത് നമ്മുടെ അടുക്കള തന്നെയായിരിക്കും. അവിടെയുള്ള ഓരോ വസ്തുക്കളും ആയിരിക്കില്ലേ. എൻ്റെ അടുക്കള എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ളൊരു ഏരിയ ആണ് കേട്ടോ. അതിപ്പോൾ നമ്മൾ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പുതിയ തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് കൊണ്ടോ അല്ല. നമ്മൾ വന്ന കാലം മുതലേ ഇതിൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ നമ്മളിങ്ങനെ ജോലിയെടുക്കുന്നതും നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ ആദ്യം നമ്മുടെ ഈ അടുക്കളയിലുള്ള വസ്തുക്കളും അല്ലെങ്കിൽ അടുക്കളയിലാണ് നമ്മൾ ഒതുങ്ങിക്കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാലും അതിലൊരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുക്കളയിൽ തളച്ചിട്ടു എന്നുള്ളൊരു രീതിയിൽ മറ്റുള്ളവർക്ക് വിചാരിക്കാം. പക്ഷെ അങ്ങനെയല്ല. അവിടെ ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷവും മനസ്സിന് സന്തോഷവും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ സങ്കടങ്ങളും ആദ്യം അറിയുന്നത് നമ്മുടെ ഈ അടുക്കളയിൽ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് പറയാൻ വരുന്നത് നമ്മുടെ വീഡിയോയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും, തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കളയ്ക്ക് ഒരു മേക്ക് ഓവർ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുക്കള പഴയതായിട്ടുണ്ട്, കുറേ പഴകിയിട്ടുണ്ട്, പെയിൻറ്റ് മങ്ങിയിട്ടുണ്ട് ഒക്കെ പറയാറുണ്ട് കൂട്ടുകാർ. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ കേൾക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുന്നു, കുറേ കാലം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1.5 വർഷം 2 വർഷം ആയിട്ടുണ്ട് ഈ പെയിൻ്റൊക്കെ ഒന്ന് മാറ്റി നല്ല കുട്ടപ്പനാക്കി എടുക്കണം നമ്മുടെ അടുക്കള എന്നൊക്കെ പറഞ്ഞിട്ട്. അതിപ്പോഴാണ് കേട്ടോ എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ എന്തായാലും നമ്മൾ അടുക്കള വൃത്തിയാക്കുന്ന വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ അടുക്കള വൃത്തിയാക്കുമ്പോൾ ആദ്യം തന്നെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് പെയിൻ്റ് അടിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ മാറാലയൊക്കെ തട്ടി പൊടിയും കാര്യങ്ങളൊക്കെ തട്ടി വിട്ടു. എല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഏട്ടൻ എന്താ പുറത്തും പെയിൻ്റ് അടിക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ അധികം അങ്ങനെ എടുത്തിട്ടില്ല. നമ്മുടെ അടുക്കള വൃത്തിയാക്കുന്നത് മാത്രമാണ് നമ്മുടെ വീഡിയോയിൽ കണ്ടൻറ്റ് കേട്ടോ. അപ്പോൾ ഞാൻ മാറാലയൊക്കെ തട്ടി നമ്മൾ പൊടിയും കാര്യങ്ങളൊക്കെ തട്ടി അവിടെ ഏട്ടൻ വന്ന് പെയിൻ്റ് അടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആളിതാ ഒരു കോട്ട് അടിച്ചിട്ട് നിർത്തിയിട്ട് പിന്നെ ഉണങ്ങിയതിന് ശേഷം വൈകുന്നേരത്താണ് കേട്ടോ ബാക്കിയുള്ളത് അടിച്ചത്. അപ്പോൾ രാവിലെ അല്ല, ഇതിപ്പോൾ ഉച്ചയ്ക്കാണ് ഒരു കോട്ട അടിച്ചത്. അപ്പോൾ ഇത്തവണ നമ്മൾ കളറൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ലാവണ്ടർ കളറാണ് സെലക്ട് ചെയ്തെടുത്തത്. അല്ലെങ്കിൽ എപ്പോഴും ലൈറ്റ് പിങ്ക് ഷെയ്ഡുള്ളതാണ് കേട്ടോ എപ്പോഴും എടുക്കുന്നത്. കാരണം നമ്മൾ പഴയ വീടായതുകൊണ്ട് തന്നെ ഒരു വെളിച്ചമൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഡാർക്ക് കളർ അടിച്ചാൽ വെളിച്ചമൊന്നും കിട്ടില്ല. അപ്പോൾ ലൈറ്റ് പിങ്കോ വൈറ്റോ അങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ മാക്സിമം ഞങ്ങൾ പിങ്ക് കളറാണ് എടുക്കുന്നത്. ഇത്തവണ ഒന്ന് മാറ്റി പിടിച്ചു കേട്ടോ. ഒരു ലൈറ്റ് ലാവണ്ടർ കളറാണ്, ഡാർക്കല്ല, ലൈറ്റ് കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിച്ച് വന്നപ്പോൾ നന്നായിട്ടുണ്ട്. പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ പണ്ട് നമ്മൾ ചുണ്ണാമ്പൊക്കെ തേക്കില്ല, നീലമൊക്കെ ആക്കിയിട്ട് ചുണ്ണാമ്പ് തേക്കുന്ന ആ ഒരു ലുക്കാണ് കേട്ടോ എനിക്ക് വീഡിയോയിൽ കാണുമ്പോൾ. നേരിട്ട് കാണുമ്പോൾ സാധാരണ നമ്മൾ ലാവണ്ടർ കളർ തന്നെയാണ്, ലൈറ്റ് കളറായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഏട്ടൻ ഒരു ഭാഗത്ത് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഭാഗത്തുള്ള കച്ചറ സാധനങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെയും ഇവിടെയായിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. കാരണം ഈ ഭാഗത്ത് പെയിൻ്റ് അടിച്ചിട്ട് പിന്നെ ഇപ്പുറത്തുള്ള സാധനങ്ങളൊക്കെ അപ്പുറത്ത് കൊണ്ടുവയ്ക്കും, അവിടെ അടിക്കുന്ന സമയത്ത് അപ്പുറത്തുള്ളതൊക്കെ ഇപ്പുറത്ത് കൊണ്ടുവയ്ക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഏട്ടനാണ് പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ ഒപ്പം നിന്ന് പണിയെടുക്കേണ്ടി വരും. അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ചോറും കറിയൊക്കെ വെക്കണം. അപ്പോൾ ആ പണികളൊക്കെ ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ കുറേ നാളായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ അടുക്കളയിൽ ഷീറ്റ് വാങ്ങിച്ച് ഒട്ടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു നമ്മളെ ഷീറ്റ് ഉണ്ടല്ലോ ഒട്ടിക്കുന്നത്, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ആ ഒരു ഇത് വാങ്ങിച്ച് വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ 1.5 വർഷമായിട്ടാണ്. കഴിഞ്ഞ മുമ്പിലത്തെ മെയ്യിൽ വാങ്ങിച്ച് വെച്ചതാണ്. ഇതുവരെ എനിക്ക് പെയിൻ്റ് അടിക്കാനോ
അല്ലെങ്കിൽ അത് ഒട്ടിക്കാനോ പറ്റിയില്ല. നമുക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒട്ടിക്കാം, പക്ഷേ പെയിൻ്റ് അടിച്ച് ഒട്ടിച്ചാലല്ലേ വൃത്തി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എടുത്തു വെച്ചായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് പല തവണയും ഞാൻ പറഞ്ഞു അടുക്കളയിൽ മാത്രം പെയിൻ്റ് അടിക്കാനായിട്ട് 1 ലിറ്ററെങ്കിലും വാങ്ങിച്ചു തന്നോളൂ, ഞാൻ അടിച്ചോളാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ ഏട്ടൻ പിന്നെ വാങ്ങാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കുകയായിരുന്നു. അപ്പം ഞാൻ അവസാനം പെയിൻറ്റ് കടയിൽ പോയി ഞാൻ പെയിൻറ്റ് വാങ്ങിക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണെന്ന്, ഏത് കളർ വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഏട്ടാ അവിടെ നിന്നും എന്നെ പിന്തിരിപ്പിച്ചു കേട്ടോ. നീ അറിയാത്ത കാര്യങ്ങളൊന്നും ചെയ്യണ്ട, നിനക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, അപ്പോൾ മിണ്ടാതെ പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ പിന്നെ ശരി, ഇനിയിപ്പോൾ ആൾ പറഞ്ഞത് എന്താ കാര്യം ഉണ്ടാവും, പെയിൻറ്റിൻ്റെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ അവിടെ നിന്ന് മടങ്ങി വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് പെയിൻ്റ് അടീൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ. കുറേ നാളായിട്ട് ഞാനിങ്ങനെ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഞങ്ങളുടെ അടുക്കളയൊന്ന് വൃത്തിയാക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അടുക്കളയിൽ ഉച്ചയ്ക്ക് നമ്മുടെ പെയിൻ്റൊക്കെ അടിച്ചു. അതിന് ശേഷം വൈകുന്നേരം ആയപ്പോൾ ഒരു കോട്ടും കൂടെ അടിച്ചു. അതിന് ശേഷം നമ്മൾ കറുപ്പ് ഫ്ലോറൽ പെയിൻ്റ് ഉണ്ടല്ലോ, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോൾ അടുത്ത് കൊണ്ടുവരുമ്പോൾ പിങ്കും, ദൂരെ കൊണ്ടുപോകുമ്പോൾ ഒരു നീല മുക്കിയ കളറ് പോലെയുണ്ട്. അപ്പോൾ അത് വീഡിയോയിൽ അങ്ങനെ കാണുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഫ്ലോറോ കോട്ട് വാങ്ങിച്ചിട്ടുണ്ട്, ബ്ലാക്ക് കളറിലുള്ളത്. അപ്പോൾ ഇവിടെ അടിച്ചാൽ നരച്ച പോലെ കിടക്കുന്നുണ്ടല്ലോ, ഡെയിലി നമ്മൾ തുടച്ച് വിട്ടാലും നമ്മുടെ അടുപ്പിൻ്റെ തിണ്ട് ഒരു നരച്ച പോലെ വൃത്തിയില്ലാത്ത പോലെയൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇവിടെ ഒന്ന് പെയിൻ്റ് അടിക്കണം എന്ന്. അങ്ങനെ ആ ഒരു ആഗ്രഹം നമ്മൾ ഈ ഓണത്തിന് സാധിച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാത്രി 11:30 വരെ ഞങ്ങൾ പെയിൻ്റ് അടിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളല്ല, ഏട്ടൻ, ഞാൻ കൂട്ടിരുന്നു എന്ന് മാത്രം കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ഏട്ടനെ വർക്കുള്ളത് കൊണ്ട് ആൾ പോയി. അതിൻ്റെ 3-ാമത്തെ ദിവസമാണ് ഞാനിതാ അടുക്കളയിൽ വാങ്ങിച്ച ഷീറ്റൊക്കെ ഒന്ന് ഒട്ടിക്കണം എന്നും പറഞ്ഞിട്ട് അതൊക്കെ പൊക്കി പിടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു റോളുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഇത് അടുക്കള മൊത്തം ഒട്ടിച്ചതിന് ശേഷം ബാക്കി വരികയാണെങ്കിൽ നമുക്ക് ഈ ഷെൽഫിൻ്റെ മോൾ ഭാഗം ഒട്ടിക്കുക, ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ മേലെ ഒട്ടിക്കുക, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം റോള് കണ്ടപ്പോൾ നല്ല കട്ടിയും കനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവിടെയും ഒട്ടിക്കുക എന്നുള്ളൊരു ധാരണയാണ് കേട്ടോ. എവിടെയും പറ്റിയില്ലെങ്കിൽ അടുക്കള മൊത്തമെങ്കിലും ഒട്ടിക്കാനുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ പാളിപ്പോയി മക്കളെ, പാളിപ്പോയി. 2 വേണ്ടി വരുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഒരെണ്ണമേ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും പകുതി വെച്ചത് ഷീറ്റ് പകുതി വെച്ച് നിർത്തേണ്ടി വന്നു കേട്ടോ. അപ്പം ഞാൻ എന്തായാലും രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ ഒട്ടിക്കാനായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാനും ചാരുമോളും കൂടെ ഒട്ടിച്ചു കേട്ടോ. അതാകെ കുളമായിപ്പോയി, കാരണം തിരിച്ചും മറിച്ചും അങ്ങോട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഏട്ടൻ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു മരത്തിൻ്റെ ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നിവർത്തി വെക്കണം. ഞാനാണെങ്കിൽ കുറുകെ വെച്ചു കേട്ടോ ഈ ഭാഗത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യം ഒട്ടിച്ചത് ഒരു കുളമായി. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അറിയൊന്നുമില്ല, അത് നന്നായിട്ട് സൂക്ഷിച്ച് നോക്കണം എന്ന് മാത്രം. അപ്പോൾ എന്തായാലും അതിന് ശേഷം ഞാൻ അങ്ങോട്ട് നേരെ വെട്ടി, നമ്മൾ അളവെടുത്തിട്ട് നന്നായിട്ട് വെട്ടിയിട്ടാണ് അതിന് ശേഷം ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് ഒട്ടിക്കുന്നത് കൊണ്ട് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ചുളിവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. മേക്കിംഗ് ഇൻ ദ മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ചെയ്ത് ആകുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് തന്നെ കിട്ടും. അപ്പോൾ എന്തായാലും ഞാനിതാ പകുതിയൊക്കെ ഒട്ടിക്കുമ്പോഴത്തേക്ക് ഏട്ടൻ വീണ്ടും വന്ന് ആളെ എന്നെ ചീത്ത പറഞ്ഞു, എനിക്ക് അറിയാത്ത പണിക്ക് നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ട് ഏട്ടനാണ് കേട്ടോ പിന്നെ അങ്ങോട്ട് ഒട്ടിക്കാനായിട്ട് നിന്നത്. അപ്പോൾ ചാരുമോള് ഡാൻസ് ക്ലാസ്സിന് പോവായിരുന്നു. അപ്പോൾ അവളെ കൊണ്ടാക്കിയതിന് ശേഷം ആൾ വന്നിട്ട് എന്നോട് യുദ്ധം പിടിക്കുകയാണ്, എനിക്കറിയാത്ത പണിക്ക് നിൽക്കരുതെന്നും പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഞാനെന്തായാലും അത് ഏട്ടൻ്റെ അടുത്ത് ഏൽപ്പിച്ചതിന് ശേഷം ഞാൻ മിണ്ടാതെ പോയിട്ട. കാരണം അവരൊട്ടിച്ചാൽ പിന്നെ എന്ത് വന്നാലും അവരുടെ തലയിലിടാമല്ലോ, നമ്മൾ ഒട്ടിച്ചാൽ പിന്നെ എന്ത് വന്നാലും നമ്മുടെ തലയ്ക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാനിങ്ങനെ നോക്കി നിന്നു, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അവിടെ ചെയ്യണം ഇവിടെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഷർട്ടൊന്നും ഇല്ലാതെ നിന്നപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞിട്ട് വീഡിയോയിൽ എടുക്കാൻ പോവാണ്. ഷർട്ട് ഇടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ചീത്തയൊക്കെ പറഞ്ഞിട്ട് ഷർട്ടൊക്കെ ഇടിയിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. മിക്ക വീഡിയോയിലും പുള്ളിക്കാരൻ ഷർട്ട് ഇടാറില്ല അല്ലേ, ഷർട്ട് അലർജിയാണ് കേട്ടോ വീട്ടിലിരിക്കുമ്പോൾ. അതുകൊണ്ടാണ് മിക്ക വീഡിയോയിലും ഇടാതെ കാണുന്നത് നിങ്ങൾ. അപ്പോൾ പകുതി ഒക്കെ ഞാൻ ഒട്ടിച്ചു, അതിൻ്റെ ബാക്കിയുള്ളത് ഏട്ടനും കൂടെ ഒട്ടിച്ചു. അപ്പോൾ ഇതുവരെയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഷീറ്റ് വാങ്ങിച്ചത് ഒട്ടിക്കാൻ പറ്റുള്ളൂ. ഈ ഷെൽഫിൻ്റെ ആ ഭാഗം വരെ
ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച ഈ അറ്റം വരെ ഒട്ടിക്കുക എന്നൊക്കെ വേണം വിചാരിച്ച്, പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഒരു സ്റ്റിക്കർ ഒന്ന് വാങ്ങിക്കണം എന്നുണ്ട്. അപ്പോൾ എന്തായാലും അതുകൂടെ വാങ്ങിച്ചിട്ട് പിന്നെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. ടൈപ്പ് ഇതുവരയ്ക്കും മതിയെന്ന് വിചാരിച്ചു. അങ്ങനെ ഷീറ്റ് ഒട്ടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഷെൽഫൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ്. അപ്പോൾ ഷെൽഫിൽ നമ്മൾ പൊടികൾ എടുത്തതിൻ്റെ ബാക്കിയും പഞ്ചസാരയും എണ്ണയും പറഞ്ഞ പോലെയൊക്കെ ആകെ ചിന്തി മറിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി, ഷെൽഫൊക്കെ ഒന്ന് വൃത്തിയാക്കി പേപ്പറൊക്കെ ഇട്ടിട്ട് നമുക്ക് പുതിയതുപോലെയല്ല, തുടച്ച് വൃത്തിയാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോൾ ഭാഗത്ത് കൂടെ കണ്ടില്ലേ നല്ല പുകയും വെളിച്ചമൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ 3 ദിവസമായിട്ടുണ്ട് കേട്ടോ അവിടുത്തെ ഒരു ഓട് മാറ്റി വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. അടുക്കളയിൽ ലൈറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ കണ്ണാടി ഓട് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വിചാരിക്കുകയല്ല, നമ്മൾ വീട് പണി ചെയ്യുമ്പോഴേ അങ്ങനത്തെ ഓടൊക്കെ വെച്ചാൽ വെളിച്ചം കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കിട്ടാത്തത് കൊണ്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ അടുക്കള ഒരു ഇരുട്ട് പിടിച്ച പോലെ, നമ്മുടെ ലൈറ്റിനൊന്നും അത്ര പവർ ഇല്ലാത്ത പോലെ. അപ്പോൾ ഈ ഒരു കണ്ടില്ലേ, നമ്മൾ ഓടെടുത്ത് വിട്ടപ്പോൾ സൂര്യപ്രകാശം നമ്മുടെ ഷെൽഫിൻ്റെ ഉള്ളിലാണ് അടിക്കുന്നത്. അപ്പോൾ ഷെൽഫിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ വൈറ്റ് കളർ പെയിൻറ്റ് അടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇരുന്നതായിരുന്നു. പക്ഷേ വൈറ്റ് കളർ വാങ്ങിയത് തികഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഉമ്മറത്തൊക്കെ അടിക്കണം എന്ന് പറഞ്ഞിട്ട് അത് ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് ഗ്രേ കളറാക്കിയിട്ട് ജനാലയിലൊക്കെ അടിച്ചു. ഇനിയിപ്പോൾ പിന്നെ ഒരു ദിവസം വേണമെങ്കിൽ അടിച്ചു തരാമെന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ അകത്തൊക്കെ വൈറ്റ് അടിച്ചാൽ നല്ല വെളിച്ചം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. അപ്പോൾ എന്തായാലും ഉള്ളത് കൊണ്ടൊക്കെ വെച്ചിട്ട് നമ്മുടെ കുഞ്ഞടുക്കള നല്ല സുന്ദരി മണിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നങ്ങനെ പുറപ്പെട്ടത്. അങ്ങനെ ഷെൽഫിലെ പാത്രങ്ങളെല്ലാം ഒന്ന് വലിച്ചു വാരി പുറത്തിട്ടതിന് ശേഷം അതൊക്കെ ഒന്ന്, അതിനകത്തൊക്കെ നല്ല പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുണി കൊണ്ട് തുടച്ച് വിട്ടിട്ട് നമ്മൾ ഈ ഷീറ്റ് ഒട്ടിച്ചതിൻ്റെ ബാക്കിലൊരു പേപ്പർ ഉണ്ടാവുമല്ലോ, അത് തന്നെ മടക്കിയിട്ട് ഞാൻ അതിനകത്ത് ഇങ്ങനെ അതിൻ്റെ കറക്റ്റ് അളവിൽ മുറിച്ചിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതിൻ്റെ ഒരു പേപ്പർ തന്നെ അതിനകത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഓരോ റാക്കും അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ അളവ് പോലെ മുറിച്ചെടുത്തതിന് ശേഷം നമ്മളെപ്പോഴും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ അടുക്കളയിൽ നല്ലൊരു ലൈറ്റൊക്കെ വാങ്ങിച്ചിട്ട് തരണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ നല്ല വെളിച്ചമുള്ള ലൈറ്റൊക്കെ വാങ്ങിച്ചിടണം, ഒന്നും കൂടെ അപ്പുറത്ത് ഇടണം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. കാരണം നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ഒരു ഇരുട്ട് പിടിച്ച പോലെ, അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഗ്ലാസ് എന്തെങ്കിലും വാങ്ങിച്ച് വെച്ച് തരണം എന്നൊക്കെ ഏട്ടനോട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്നല്ലാതെ വേറൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനെന്തായാലും പേപ്പറുകളെല്ലാം ഒന്ന് അങ്ങനെ അളവ് നോക്കി വെച്ച് എല്ലാം വെച്ചതിന് ശേഷം നമ്മുടെ ഗ്ലാസ്സിലൊക്കെ ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ അങ്ങോട്ട് കൈയിട്ടിട്ട് അങ്ങോട്ട് വൃത്തിയാക്കാനും പറ്റുന്നില്ല. എത്തുന്ന ഭാഗത്തൊക്കെ കൈ കൊണ്ട് പറ്റുന്ന ഭാഗത്തൊക്കെ അവിടെ ഒന്ന് വൃത്തിയാക്കി വെച്ചു. അതിന് ശേഷം നമ്മളത് ഓരോ ബോക്സുകളായിട്ട് അടുക്കി വെക്കുകയാണ്. പിന്നെ ബോക്സുകളൊക്കെ പകുതിയൊക്കെ കാലിയായി കിടക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്ന് ഒന്നും കൊട്ടി വെച്ചിട്ടില്ല. കാരണം ഇതിലൊക്കെ കുറേശ്ശെ ഉണ്ട്. ഇല്ലാത്തതിൽ പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് കൊട്ടി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ചാക്കോടെ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനതെല്ലാം എടുത്തിട്ട് വന്ന് നമ്മുടെ പരിപ്പും പയറും എണ്ണയും എല്ലാം ഒഴിച്ച് അതിനകത്ത് നിറച്ച് വെച്ചു കേട്ടോ നമ്മുടെ ബോട്ടിലിൽ. എന്നിട്ട് എല്ലാം അടുക്കിപ്പറക്കി നല്ല വൃത്തിയായിട്ട് തന്നെ വെച്ചു. ബാക്കിയുള്ളതൊക്കെ നമ്മൾ പൊട്ടിക്കാത്തതൊക്കെ ഷെൽഫിനകത്ത് തന്നെ മുകൾ ഭാഗത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷെൽഫിലുള്ള കപ്പ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഈ ഒരു നമ്മൾ പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ അതിലേക്ക് മാറ്റി കൊടുത്തു കേട്ടോ. കാരണം നമ്മൾ അതിനകത്ത് കപ്പ് വെക്കുന്ന സമയത്ത് കഴുകിയിട്ട് വെക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടാകുമ്പോൾ അത് കാർഡ്ബോർഡാണല്ലോ, അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കേട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റീലിൻ്റെ ആ ഒരു പാത്രങ്ങൾ വെക്കുന്ന സ്റ്റാൻഡിലേക്ക് ചായക്കപ്പൊക്കെ മാറ്റി ആ ഒരു ഭാഗത്ത് ഞാൻ സോപ്പ്, നമ്മളെ പേസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കാനായിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ അടുക്കള എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടമ്മമാർക്ക് ഓരോരുത്തർക്കും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് അല്ലേ. നമ്മുടെ സന്തോഷവും സങ്കടവും അല്ലെങ്കിൽ നമ്മുടെ പരിഭവവും എല്ലാം നമ്മുടെ ഈ അടുക്കളയിലാണ് തീർക്കുന്നത്. അവിടെയുള്ള ഓരോ വസ്തുക്കളോടും സംസാരിക്കുന്ന വീട്ടമ്മമാരുണ്ട് അല്ലേ. അപ്പോൾ ഞാനും ആ കൂട്ടത്തിലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഓരോ സാധനത്തിനും ഓരോ പേരിട്ട് വിളിക്കും. അതായത് ഫിലിപ്സ് മിക്സിയാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയും, ഫിലിപ്പേ വേഗം ഒന്ന് അരച്ചതായോ എന്നും പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഗ്രൈൻഡറാണെങ്കിൽ ലക്ഷ്മിയാണ്, ലക്ഷ്മിക്കുട്ടി ഒന്ന് വേഗം ഒന്ന് അരഞ്ഞ് കിട്ടുമോ എന്നൊക്കെ
പറഞ്ഞിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ പേരിട്ടിട്ട് അതിൻ്റെ പേര് വിളിച്ചിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ ഇവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് പകൽ ആരോടും സംസാരിക്കാനില്ലല്ലോ. ഏട്ടനും മക്കളും പോയാൽ പിന്നെ നമ്മൾ ഇതിനകത്ത് തന്നെയല്ലേ. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ കൂട്ടുകാർ. അപ്പോൾ നമ്മുടെ കുഞ്ഞടുക്കള നല്ല മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. നമ്മൾ വലിയ കാര്യത്തിലുള്ള മേക്ക് ഓവറൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. ഞാനിങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ, എൻ്റെ അടുക്കള എന്ത് മനോഹരമായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞടുക്കള നല്ല സുന്ദരി മണിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ ഭംഗിക്ക് വേണ്ടി നമ്മുടെ ജനാലയിൽ 2 മണി പ്ലാന്റ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇത് നമ്മുടെ പഴയ അടുക്കളയിലൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പുകയും ചൂടൊക്കെ തട്ടിയിട്ടാണ് തോന്നുന്നത് അതിങ്ങനെ വേഗം പഴുത്തും കേടൊക്കെ വന്ന് പോണത് കൊണ്ട് ഞാൻ പിന്നെ അത് നിർത്തിയതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അടുക്കളയൊക്കെ നല്ല അടിപൊളിയാക്കിയത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മണി പ്ലാന്റും കൂടെ അവിടെ വെച്ച് നല്ല അടുക്കളയൊക്കെ നല്ല സുന്ദരി മണിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.